മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് CPM. SFIO നാടകം രാഷ്ട്രീയ അജണ്ടയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനിടയിലെ SFIO നീക്കം ഗൗരവമായി പരിശോധിക്കണം. വഴിവിട്ട ഒരു സഹായവും മുഖ്യമന്ത്രിയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വീണയെ SFIO പ്രതി ചേർത്തതോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡലതലത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കും. SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്, ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല. വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് SFIO എന്തടിസ്ഥാനത്തിലാണ് ഇമാതിരി ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല. KR സാജു ചേരുന്നുണ്ട്. സാജു, കഴിഞ്ഞ ദിവസമാണ് ഇത് കോടതിയിൽ എത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ SFIOയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. വിചാരണയിലേക്ക് കടക്കേണ്ട സാഹചര്യം വീണയെ സംബന്ധിച്ചുണ്ട്. അതിന്റെ നടപടികളിലേക്ക് എപ്പോൾ കടക്കും എന്നത് ഒരു ചോദ്യം. മറ്റൊന്ന്, CPM ഇതിനെ പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നിയമപരമായി നേരിടും, ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള തരത്തിൽ, രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ വന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടി അവിടെ നിന്ന് നേതാക്കൾ പ്രതികരിക്കുന്നതിൽ കൂടി കാര്യമില്ലേ MV ഗോവിന്ദൻ പറഞ്ഞതിലും? ധന്യ, SFIOയുടെ തുടർ നടപടി ഇനി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിലേക്ക് വേഗത്തിൽ SFIO കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം SFIOയെ സംബന്ധിച്ചിടത്തോളം കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് ഡൽഹി കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ അവർ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഉള്ള ചില കാര്യങ്ങൾ പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. അതിലകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് ആദ്യം തന്നെ പ്രതിപക്ഷം രംഗത്തെത്തി സംസ്ഥാനത്തത് എന്നുള്ളതാണ്. പ്രതിപക്ഷം അതിന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണയ്ക്ക് യാതൊരു സേവനവും ചെയ്യാതെ CMRL പണം നൽകിക്കൊണ്ടിരുന്നത് എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ SFIO പ്രതി ചേർത്തതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഒരു നിമിഷം പോലും തുടരാൻ പാടില്ല എന്ന സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. പക്ഷേ CPM ആകട്ടെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് കേസ് തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ദില്ലി കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അതിൽ വിശദമായ വാദം കേൾക്കാനായി തീയതി അടക്കം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ SFIO തിടുക്കപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതാണ് CPMന്റെ പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്നുള്ളത്.